വെൽക്കം ടു പിപ്സ് പോക്കറ്റ്. അപ്പോൾ ഇന്നത്തതും ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയാം. പല പല കടകളിൽ ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് ഇറങ്ങുന്ന കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ. നമ്മൾ ഡെക്കാത്ലോൺ ആയിരുന്നു ഫസ്റ്റ് പോയിട്ട്. അവിടെ സ്പോർട്സിൻ്റെ ഐറ്റംസ് മാത്രമേ മെയിനായിട്ടുള്ളൂ. ക്രാഫ്റ്റിൻ്റെ ആയിട്ട് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ ഈ ഒരു സ്പോഞ്ച് പിടിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയിലായിരുന്നു. സ്പോർട്സിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് അവിടുന്ന് വെറും ടർക്കിയും പിന്നെ എന്താ പറയുക ഒരു റിങ്ങും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കിഡ്സിൻ്റെ ഐറ്റംസ് മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക്. വേറെ ഒന്നും അവിടെ നിന്ന് എടുത്ത് സ്കേറ്റിംഗ് ഷോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല. കാരണം സ്കൂളിൽ വിളിച്ചിട്ട് പോകുമ്പോൾ ഇനി അവർ പറയുന്ന റൂൾസ് എന്താണെന്ന് അറിയില്ലല്ലോ. സോ അതുകൊണ്ടിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് ഭദ്രമായി ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നേരെ കോട്ടയം മിനിസോയിലേക്ക്. കോട്ടയം മിനിസോ അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് ആണെന്നാണ് ഞാൻ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വലിയ എക്സ്പെക്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടുന്ന് ഒരു സാധനവും നല്ലപോലെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ നോർമലി മിനിസോയിൽ പോകുമ്പോൾ കാണുന്ന എല്ലാ മിനിസോയിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് തന്നെ അവിടെയുള്ളൂ. അല്ലാതെ ഇതിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും അങ്ങോട്ടൊരു ഒരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തില്ല. എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ഒരു എന്താ പറയുക ഒരു വിനയില്ലായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്ത പോലെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം പഴയ കുറേ സ്റ്റോക്കുകൾ ഇരിക്കുന്ന അല്ലാണ്ട് പുതിയ ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മളറിയാമല്ലോ സ്റ്റോറേജ് ബോക്സിൻ്റെ കുറച്ച് പ്രാന്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കാനാണ് ഞാൻ നിന്നത്. അല്ലാതെ നമുക്ക് ഒരു ബുക്കോ എനിക്ക് ടു ഡു ലിസ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലും നേരെ ചൊവ്വ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പേഴ്സണൽ റിവ്യൂ. കാരണം മിനിസോ തുടങ്ങിയ മുതലേ കാണാൻ പറ്റുന്ന കുറച്ച് ഓൾഡ് എന്താ പറയുക സ്റ്റോക്കുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ഐറ്റംസിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല. അങ്ങനെ വളരെ വിഷമപൂർവ്വം ഞാൻ അവിടുന്ന് കുറച്ച് വിരലിലുണ്ടാകുന്ന 1-2 സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഒരു 10 സ്റ്റോറേജ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ 9 ഞാൻ മിനിസോയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും. കാരണം അത്രത്തോളം സ്റ്റോറേജ് ബോക്സിൻ്റെ കാര്യത്തിൽ നല്ല എസ്തെറ്റിക് കളക്ഷൻസ് മിനിസോയ്ക്കുണ്ട്. സോ ഞാൻ എൻ്റെ സ്റ്റോറേജ് ബോക്സ് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോറേജ് ബോക്സുകൾ പല രൂപത്തിലും ഭാവത്തിലും ഉള്ളതൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ ഇവിടുന്ന് ഞാൻ മെയിനായിട്ട് കുറച്ച് സ്റ്റോറേജ് ബോക്സും പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞിക്ക് കുറച്ച് ഇറേസർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എനിക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ തട്ടിക്കൂട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് കോട്ടയം ലുലു മോളിലാണ് കേട്ടോ. എറണാകുളവും ട്രിവാൻഡ്രവും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം ലുലുവിലും വളരെ വലിയ ഷോപ്സ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് 2 ഫ്ലോർസേ ഉള്ളൂ. അതിൽ ബ്രാൻഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും അല്ല. ജസ്റ്റ് നമ്മൾ ആ മാസത്തിൽ ഒരിക്കലൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. യോയോസോ മിനിസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മെയിനായിട്ട് അവിടുത്തെ എന്താ പറയുക ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ അവിടെയും വലിയ എക്സ്പ്ലോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ് കോട്ടയം ലുലുവിൽ പോകുന്നത്. പിന്നെ ഈ ഒരു സാധനം ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പ്ലം. കാരണം ഈ ഒരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഈ റൈസ് വാട്ടറിൻ്റെ ആ ഒരു ടോണർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഫേസ് വാഷ് ചെയ്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോണർ അടിച്ച് എൻ്റെ സ്കിന്നിന് ഒരു ജീവൻ കിട്ടിയ ഫീലാണ്. അത്രയും ഡ്രൈ ആയതുകൊണ്ടാണ് എനിക്കത്. പേഴ്സണലി ഓരോ സ്കിൻ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും വേറെ വേറെ പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ഷോപ്പിംഗ് അല്ലാതെ എന്താ ഇതിൽ പറയാം.
പിന്നെ ഞാൻ എൻ്റെ പണി സാധനങ്ങൾ എടുക്കാൻ വല്ലതും കാണുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോഴാണ് ഈ വുഡൻ്റെ എന്താ പറയുക പെൻസിൽ ബോക്സുകളൊക്കെ കണ്ടത്. ഭയങ്കര റേറ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പുഷ്പം പോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ജാറ് കണ്ട ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ പോക്കറ്റ് ജാറാണ് കേട്ടോ. ഞാൻ കോട്ടയം ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു ജാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് വാങ്ങിക്കും എന്നുണ്ടായിരുന്ന കൺഫ്യൂഷനിൽ ഞാൻ പല ജാറിൻ്റെ രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഫൈനലാണ് ഞാൻ നമ്മുടെ ആ ഒരു പോക്കറ്റ് ജാറ് തന്നെ എടുത്തിട്ട് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പോക്കറ്റ് ജാറിൻ്റെ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വരുന്ന വീഡിയോസിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ലുലുവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പിലിട്ട ഐറ്റംസ് വാങ്ങിക്കുന്നത്. നെല്ലിക്ക, മാങ്ങ, അങ്ങനെ കുറേ ഐറ്റംസ്, ഒരു നൊസ്റ്റാൾജിക് ഐറ്റംസൊക്കെ അല്ലേ. അങ്ങനെ അത് കുറച്ച് വാങ്ങിച്ച് അതും ബില്ല് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഈ ഒരു ഐറ്റം, ഇത് ട്രിവാൻഡ്രംകാർ ഇറക്കിയത് കുമ്പിച്ചി അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, ഭയങ്കര ഇതല്ലേ. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കോട്ടയത്ത് തന്നെ. ഇതിൻ്റെ പക്കാ സ്ഥലം എനിക്കറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറെ ആർക്കെങ്കിലും ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാം. നമ്മൾ കുറച്ച് എന്താ പറയുക, നല്ല ഈസ്തറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നേച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടുത്തെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി പോയി. ലില്ലി, പിന്നെ എന്താ പറയുക, ഇതിന് കറക്റ്റ് ലില്ലിയാണോന്ന് അറിയില്ല, വേറെന്തോ പേര് അവർ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ഓർമ്മയിലില്ല. ഒരു മാസത്തോളമായി ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. ഇപ്പോൾ അടുത്ത സീസൺ കഴിഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾ പോയപ്പോൾ തന്നെ അറൗണ്ട് ഒരു 1 വീക്ക് കൂടെ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് അവരെല്ലാം അത് കളയുമെന്ന് പറയുന്നുണ്ട്. കാരണം അത് വയൽ ഏരിയയാണ്. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം കയറ്റിയിട്ടിട്ട് ജസ്റ്റ് എന്തോ അതിൻ്റെ ഒരു കൃഷിയുടെ പ്രോസസ്സായിട്ട് ചെയ്യുന്ന എന്തോ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ടൈം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വെള്ളം അവർ പുറത്താക്കി ഈ ഇത് നശിക്കാനുള്ള, ഈ പൂക്കളെല്ലാം നശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ഒക്കെ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ബോട്ടിൽ പോയപ്പോൾ ആ ബോട്ടിൽ അച്ചാച്ചൻ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി നേച്ചർ വ്യൂ ഒക്കെ കണ്ടു. ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു ജൂലൈ തൊട്ടിട്ടാണ് ഇതിൻ്റെ സീസൺ ടൈം. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി വിസിറ്റ് ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരുപാട് കാണുമ്പോൾ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വരികയില്ല. അത്രമാത്രം അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുട്ടി മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.